മാഡം, എന്റെ വിവാഹം കഴിഞ്ഞതാ. എന്റെ കഴുത്തില് ഒരാള് താലി കെട്ടിയതോ. അയാളോടൊപ്പം ഒന്നിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും എനിക്കിനി മറ്റൊരു വിവാഹമൊന്നുമില്ല. മോളെ, പുഴയോരം വീട്ടിൽ ചില കള്ളക്കളികൾ നടക്കുന്നില്ലേ എന്ന് ഞാൻ മുൻപേ സംശയിച്ചതാ. മാറി മാറി രണ്ടുപേരെയും ഞാൻ കണ്ടതാ. അതിന്റെ സത്യം ചകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇതുവരെ. ഇപ്പൊ വ്യക്തമായി. ശ്രീനിവാസൻ ഒരു മകളല്ല, 2 മക്കളുണ്ട്. ഒരേപോലെയുള്ള 2 മക്കൾ. ഒരുത്തിയെ കൊല്ലാൻ പെടുന്ന പാട് നമുക്കറിയാം. അതിന്റെ കൂടെ അതേ രൂപത്തില് വേറൊരുത്തി. നമുക്കിനി അങ്ങോട്ട് ജോലി കൂടുതലാ മൂർത്തി. കൊല്ലുകയാണെങ്കിൽ 2നെയും കൊല്ലണം, അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥത കിട്ടില്ല. ഹലോ, സത്യവതിയല്ലേ? അതെ. നിങ്ങളാരാ? സിതാര ശ്രീനിവാസ്. എന്താ? ഞാൻ എന്തിനാ വിളിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ നിങ്ങളുടെ അനിയനും കൂടെ കൊല്ലാൻ നോക്കി എന്റെ മകളെ ഇത്രയും കാലം ഞാൻ എന്റെ നെഞ്ചിലിട്ടാ വളർത്തിയത്. പണ്ട് നിങ്ങൾ കണ്ടു പരിചയിച്ച സിതാര അല്ല ഇപ്പോ. അയൺ ലേഡി എന്ന് ബിസിനസ് വൃത്തങ്ങൾ വിളിക്കുന്ന സിതാര ശ്രീനിവാസ്. ഇന്നത്തെ എന്റെ പവർ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല സത്യവതി. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾ എങ്ങ് തീർക്കാനായിട്ട് ഞാനൊരു ഓർഡർ കൊടുത്ത അത് നടപ്പിലാക്കാനായിട്ട് കാത്തു നിൽക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട് ഇപ്പോ. നിനക്കെന്നോട് പകയോ പ്രതികാരോ തോന്നിയാലും എനിക്കതിനൊരു പ്രശ്നവുമില്ല. എന്റെ അനുജൻ പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ അനുജനോ? ഹാ, എന്റെ അനുജൻ ശ്രീനിവാസൻ. അവനിപ്പോ ജയിലില്ല. പക്ഷെ അവൻ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, പണ്ടവൻ ആഗ്രഹിച്ചതുപോലെ നിന്റെ മകൾ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന്. ഞാനത് ചെയ്തു. അതെന്റെ ഡ്യൂട്ടിയല്ലേ? എന്റെ മകളെ ഇല്ലാണ്ടാക്കുന്നത് നിങ്ങക്ക് ഡ്യൂട്ടി അല്ലേ? നിങ്ങളും നിങ്ങളുടെ അനുജനും ചേർന്ന് ഒരിക്കലും ഇല്ലാണ്ടാക്കിയത് എന്റെ ജീവിതം. അവിടുന്ന് ഓരോ അടിവെച്ച് കയറി വന്നതേ നിങ്ങളുടെ മുന്നിൽ വന്ന് വീണ്ടും തോക്കാനല്ല. ഇതിന് സിതാര ശ്രീനിവാസ് പകരം വീട്ടിയിരിക്കും. നിങ്ങളുടെ അനിയനുണ്ടല്ലോ, രക്തത്തിന് വേണ്ടി ദാഹിച്ചു നടക്കുന്ന ആ ശ്രീനിവാസ്, അയാൾ ഇനി ജയില് വിട്ട് പുറലോകം കാണില്ല. ഓ, അപ്പോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നീയാണോ? എനിക്ക് വേണ്ട നിയമങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ വാദിച്ച് നേടിയെടുക്കും. നിങ്ങളത് ഓർത്തു വെച്ചോ. ജയിലിൽ കിടക്കുന്ന ശ്രീനിവാസ് ഇനി പുറത്തു വരില്ല. സ്ഥിരമായിട്ട് ഞാൻ അയാളെ അങ്ങ് അകത്തിടാൻ പോവാ. സിതാര ശ്രീനിവാസിന്റെ തീരുമാനങ്ങളെ കല്ല് കൊത്തിവെച്ച പോലെയാ. കാണാൻ പോകുമ്പോ പറഞ്ഞേക്ക് നിങ്ങളുടെ അനിയനോട്, ഏറ്റുമുട്ടി തോപ്പിക്കാനായിട്ട് അയാൾ തീരുമാനിച്ചത് എന്നെയാണെന്ന്. മാഡം പറഞ്ഞതൊക്കെ ഫലിച്ചോ? താൻ എന്താടോ മൂർത്തി എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നേ? ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിക്കാനും അത് വിശ്വസിപ്പിക്കാനും സത്യവതിയുടെ മിടുക്ക് ഇവർക്കൊന്നും അറിയില്ല. സിത്താരയെ സംബന്ധിച്ച് അവളുടെ മകളെ കൊല്ലാൻ ശ്രമിച്ചത് അനിയൻ കുഞ്ഞ. അതിനുള്ള ശിക്ഷ അനിയൻ കുഞ്ഞിനെ പോവും. ഇനിയിപ്പോ നമ്മൾ ശ്രമിച്ചില്ലെങ്കിലും അനിയൻ കുഞ്ഞ് പുറത്തിറങ്ങാതിരിക്കാനുള്ള സകല കാര്യങ്ങളും സിത്താര ചെയ്തോളൂ. ഒരിറക്കം വരുമ്പോ അതിനപ്പുറം ഒരു കയറ്റമുണ്ട് മൂർത്തി. അതാ അതിന്റെ ലക്ഷണം. ഇനി നമ്മൾ കൈകെട്ടി നിന്ന് കളി കണ്ടാ മതി. പടവെട്ടുന്നത് സിത്താരയും ശ്രീനിവാസും തമ്മിലായിരിക്കും, മുമ്പത്തെ പോലെ. താങ്ക് യു മോളെ. താങ്ക് യു മോളിക്കുട്ടി. നിങ്ങളുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ മോള്. മാഡം, ഒരു കാര്യം, ബോധം വരുമ്പോഴേ അവളിന്ന് പറഞ്ഞു മനസ്സിലാക്കണം.
കൃഷ്ണയെ ദ്രോഹിക്കാൻ വേണ്ടി ഇനി അവള് അങ്ങോട്ട് വരരുത്. മാഡത്തിനും ഗാഥയ്ക്കും വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ കൃഷ്ണ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോലും ഇനിയും കൃഷ്ണ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലേ ഞങ്ങളത് സഹിക്കില്ല. കൃഷ്ണ, നമുക്ക് പോവാം. സിനി ഒന്ന് മോളുടെ കൂടെ ഇരുന്ന്. ശരി മാം. കൃഷ്ണ, അവൾ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കാം. നീ എന്നോട് കാണിച്ച ആത്മാർത്ഥത വേറെ ഒരാളും എന്നോട് ചെയ്തിട്ടില്ല. താങ്ക്സ് മോളെ. നിന്നോട് എനിക്ക് തോന്നിയ സ്നേഹം ഓരോ നിമിഷവും കൂടി കൂടി വരിക. വേണ്ട മാഡം, മാഡത്തിന്റെ സ്നേഹം ആത്മാർത്ഥാണെന്ന് ഞാൻ കരുതി. അതല്ല എന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ എന്നെ ചതിച്ച് മറ്റൊരാളുടെ ഭാര്യയാകാൻ നിർബന്ധിച്ചപ്പോ മാഡം കാണിച്ചത് കാപട്യാണെന്ന് എനിക്ക് മനസ്സിലായി. മോളെ, ഞാൻ നിനക്ക് ഒരിക്കലും ദോഷം വരാനായിട്ട് ചിന്തിച്ചിട്ടില്ല. ശ്രീനിവാസ് നിനക്ക് വേണ്ടി കണ്ടെത്തിയത് ഒരു നല്ല പയ്യനെയാണെന്ന് മനസ്സിലാക്കിയപ്പോ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ അതിന് ശ്രമിച്ചത്. ഓഹോ, ഇനി ആ ന്യായം പറഞ്ഞാ മതിയല്ലോ അല്ലേ മാഡം? മോളിക്കുട്ടി, ഞാനത് സത്യസന്ധമായിട്ട് തന്നെയാണ് ചെയ്തത്. അല്ലാതെ കൃഷ്ണമോളെ ചതിക്കണം ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. മാഡം, എന്റെ വിവാഹം കഴിഞ്ഞതാ. എന്റെ കഴുത്തില് ഒരാള് താലി കെട്ടിയതോ. അയാളോടൊപ്പം ഒന്നിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും എനിക്കിനി മറ്റൊരു വിവാഹമൊന്നുമില്ല. മോളെ, ഗാന്ധിയും നവീനും ഒന്നിച്ച് ജീവിച്ചോട്ടെ, അതിലെനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എന്റെ ജീവിതത്തിലെ തീരുമാനം ഞാൻ പറഞ്ഞത്. മോളെ, നീ അങ്ങനെ ചിന്തിക്കരുത്. നിനക്കൊരു ജീവിതം ഉണ്ടായേ പറ്റൂ. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. പല തവണ ഞാൻ നിനക്ക് പണം തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ അത് നിഷേധിച്ചിട്ടുമുണ്ട്. നോക്ക്, ഇപ്പൊ ഞാനൊരു 10 ലക്ഷം രൂപയുടെ ചെക്ക് നിനക്ക് എഴുതി തരാം. ദയവ് ചെയ്ത് നീ അത് നിഷേധിക്കരുത്. എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാ നീ അത് വാങ്ങണം. കൃഷ്ണേ, നമുക്ക് പോവാം മോളിക്കുട്ടി. കൃഷ്ണേ, മുമ്പ് പലപ്പോഴും അവർ തന്ന പണം നീ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പൊ നമുക്ക് പണത്തിന് അത്യാവശ്യമാണ്. മോളിക്കുട്ടി, അത് അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കിയല്ലേ പറ്റൂ. ഇപ്പോ സിത്താര മാഡം തരുന്ന പണം വാങ്ങണം. അച്ഛനെ ഇറക്കിക്കഴിഞ്ഞാ അത് നമുക്ക് തിരിച്ചു കൊടുക്കാലോ. നമുക്കത് വേണോ മോളിക്കുട്ടി? അഡ്വക്കേറ്റിന്റെ ഓഫീസിന്നാ. അതെ, നിങ്ങളുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് സാർ ചോദിച്ചു.